സൗരയൂഥത്തിൻ്റെ ഏറ്റവും അകന്ന ഭാഗങ്ങളിൽ സൂര്യപ്രകാശം എത്താത്ത തണുത്ത് വിറങ്ങലിച്ച സൗരയൂഥത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഇടങ്ങളിൽ ഐസ് കണങ്ങളും പൊടിപടലങ്ങളും മറ്റ് വസ്തുക്കളും അടങ്ങുന്ന ഒരു ബെൽറ്റ് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇതിനെ ഊർട്ട് ക്ലൗഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത് അനേക ലക്ഷം കിലോമീറ്ററുകൾ അകലെയിലാണ്. അത് നമ്മൾക്ക് നിരീക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ഏറ്റവും അകന്നു നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ചലനങ്ങളും ചില ഉൽക്കകളും അസ്ട്രോയിഡ്സിൻ്റെയും ചലനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മേഖല, ഒരു സൗരയൂഥത്തെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഡിനോസറുകൾ അപ്രത്യക്ഷമായത് ഒരു ഉൽക്കയുടെ പതനം കൊണ്ടാണ് എന്ന് നമ്മൾ കരുതുന്നു. അതോടൊപ്പം തന്നെ അഗ്നിപർവ്വത സ്ഫോടനവും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഉൽക്ക വന്നത് ഈ സൗരയൂഥത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഊർട്ട് ക്ലൗഡിൽ നിന്നാണ് എന്ന് കരുതപ്പെടുന്നവരുണ്ട്. ആ ഒരു ഉൽക്കയെ ഭൂമിയിലേക്ക് തള്ളിവിട്ടത് ആ ഒരു പ്രദേശം ഡാർക്ക് മാറ്ററുമായിട്ട് എപ്പോഴോ ഇന്റർസെക്ട് ചെയ്തപ്പോൾ, ബന്ധപ്പെട്ടപ്പോൾ ഊർട്ട് ക്ലൗഡിൽ നടന്ന ഒരു ചെറിയ ചലനത്തിൽ നിന്നാണ് ഈ അസ്ട്രോയിഡ് ഉത്ഭവിക്കുന്നതും അത് ഭൂമിയിൽ വന്ന് പതിക്കുന്നതും ഡിനോസർസിന്റെ വംശനാശത്തിന്റെ വലിയൊരു കാരണമായി തീരുന്നത്. ഡിനോസറിന്റെ വംശനാശത്തിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. അതോടുകൂടി റെപ്റ്റൈൽസിന്റെ ഒരു പ്രാമുഖ്യം ഭൂമിയിൽ നഷ്ടപ്പെടുകയും പിന്നീട് മാമൽസും പ്രൈമേറ്റ്സും ആ പ്രൈമേറ്റ്സിൽ നിന്ന് മനുഷ്യരും ഇവോൾവ് ചെയ്ത് വരുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ഈ അസ്ട്രോയിഡ് അതിനെ ചലിപ്പിച്ച ചെറിയ ഒരു ചലനം അത് വലിയ ഒരു സംഭവബഹുലമായിട്ടുള്ള പിന്നീടുള്ള ഒരു ചരിത്രത്തിലേക്ക് ഭൂമിയെ കൊണ്ടെത്തിക്കുന്നു. നമ്മൾ വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. കേരളത്തില് അപ്പോഴിപ്പോഴായിട്ട് നടക്കുന്ന വെള്ളപ്പൊക്കം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഘടകങ്ങൾ മാത്രമല്ല, നമ്മൾ നിരീക്ഷിക്കാത്ത ചെറിയ ചലനങ്ങൾ പോലും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായി തീരാം എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നു. ഇത്തരം ചെറിയ ചെറിയ ചലനങ്ങളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ ഈ പ്രകൃതി തന്നെ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയണം. ഈ പ്രപഞ്ചം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉരുൾപൊട്ടലോ വെള്ളപ്പൊക്കമോ എന്നുള്ളതിനെ കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പുകൾ ഫലപ്രദമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകമാണ്. പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചറും പ്രപഞ്ചത്തിൻ്റെ ഡൈനാമിക്സിൽ നിന്നാണ് ഈ ചലനങ്ങളുടെ എല്ലാം തുടക്കമുണ്ടാകുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ 95% ഇരുണ്ട ദ്രവ്യം ഡാർക്ക് മാറ്ററും ഇരുണ്ട ഊർജം ഡാർക്ക് എനർജിയുമാണ് എന്ന് സങ്കല്പിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നേരിട്ടുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എവിഡൻസിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നതാണ്. നമ്മുടെ പ്രപഞ്ചം അതിൻ്റെ തുടക്കം 13.8 ബില്യൺ ഇയേഴ്സ് 1380 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വികാസത്തിൽ നിന്നാണ്. അതിനെ ബിഗ് ബാങ് എന്ന് പറയും. ആ വികാസത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഇന്ന് നമ്മുടെ മുന്നിലുള്ള നിരീക്ഷണങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷണങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു മോഡലാണ് ബിഗ് ബാങ് മോഡൽ. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ അറിവുകളെയും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, അതിന്റെ വികാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ഉള്ള ബിഗ് ബാങ് മോഡൽ എന്ന ധാരണയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ പുതിയ നിരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷണങ്ങൾ വരുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് എന്ന ഉപകരണത്തിൽ നിന്നാണ്. ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഇത് വിക്ഷേപിച്ച് അതിനെ പ്രാവർത്തികമാക്കിയിട്ട് ഏതാണ്ട് 2 വർഷമാകും. ഈ ഒരു ബഹിരാകാശ ദൂരദർശിനിയിലൂടെ നമുക്ക് കിട്ടുന്ന തെളിവുകളെ സയന്റിഫിക് പേപ്പറായിട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസം ഇന്നുണ്ട്. എല്ലാ സയൻസ് ജേർണലുകളും ഇതിന് പ്രയോറിറ്റി നൽകി ഇതിൽ നിന്ന് വരുന്ന നിരീക്ഷണങ്ങളെയും അനുമാനങ്ങളെയും എല്ലാം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു ദിവസം
3-4 പേപ്പറുകളാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം 3-4 പേപ്പറുകൾ. വലിയ രീതിയിൽ പ്രയോറിറ്റി നൽകുകയും വലിയ രീതിയിൽ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു മഹത് സംരംഭമായി ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങൾ മാറിയിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സാമൂഹിക ചർച്ചകളിൽ ഇത് വലിയ ഇടം പിടിക്കുന്നില്ല. ഇത്രയും വലിയ ഒരു ശാസ്ത്ര വികാസം നമ്മുടെ ഇടയിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരുന്നിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അത്ര ബോധവാന്മാരാകുന്നില്ല. കാരണം ഒരുപക്ഷെ ഇതിന്റെ പ്രഖ്യാതങ്ങൾ എന്തായിരിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണകൾ ഇന്നും ശാസ്ത്രലോകത്തിന് പൊതു സ്വീകാര്യമായിട്ട് രൂപീകരിച്ച് വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്നാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ രീതിയിൽ പ്രപഞ്ചശാസ്ത്രത്തെ തിരുത്തി കുറിക്കുന്ന, ഇന്നത്തെ നമ്മുടെ അറിവുകളെ മാറ്റിമറിക്കുന്ന വലിയ കണ്ടെത്തലുകൾ വരുന്നതിന്റെ സൂചന നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. പ്രപഞ്ചം എന്ന് പറയുന്നത് പ്രാകൃതമായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ആദ്യ ദശകത്തിൽ നിന്ന് അത് കൂടുതൽ സങ്കീർണമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ പ്രപഞ്ചശാസ്ത്രത്തിലെ സ്റ്റാൻഡേർഡ് മോഡൽ നമ്മളെ ഇന്ന് അറിയിക്കുന്നത്. ഈ ഒരു കാര്യം ചോദ്യം ചെയ്തുകൊണ്ടാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങൾ വരുന്നത്. പ്രപഞ്ചത്തെ ഏറ്റവും ദൂരത്തിലേക്ക് നോക്കുക എന്നുള്ളതാണ് ജെയിംസ് വെബ് സാധ്യമാക്കി തരുന്നത്. നിയർ ഇൻഫ്രാറെഡ് രശ്മികൾ എന്ന് പറയുന്ന രശ്മികളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും ദൂരത്തിലേക്ക് നോക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ചെയ്യുന്നത്. ഏറ്റവും ദൂരത്തിലേക്ക് നോക്കുക എന്നുള്ളത് നമ്മുടെ സമയത്തിൽ ഏറ്റവും പിന്നോട്ട് സഞ്ചരിക്കുക, പ്രപഞ്ചത്തിന്റെ ആരംഭ സമയത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ഒരു ടൈം ട്രാവൽ കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത്തരത്തില് ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ ദശകങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ അവിടെ കാണാവുന്നത് ലളിതമായിട്ടുള്ള ഖയോട്ടിക് ആയിട്ടുള്ള, അതായത് അടുക്കും ചിട്ടയുമില്ലാത്ത രൂപീകരിച്ചു വരുന്ന ഒരു പ്രപഞ്ചത്തെ അല്ല നമുക്ക് അവിടെ ദർശിക്കുന്നത്. പൂർണ്ണ പക്വതയോടുകൂടി നിലനിൽക്കുന്ന ഒരു പ്രപഞ്ചത്തെ നമുക്ക് അവിടെയും ദർശിക്കാൻ സാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മളുടെ സൗരയൂഥം നിലനിൽക്കുന്ന മിൽക്കി വേ അല്ലെങ്കിൽ ക്ഷീരപഥം എന്നുള്ള ഗാലക്സി, അത് പ്രപഞ്ചത്തിന്റെ വികാസത്തില്, പ്രപഞ്ചത്തിന്റെ പരിണാമത്തില് പിന്നീടുണ്ടായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മിൽക്കി വേ പോലുള്ള ഗാലക്സികൾ എന്ന് നമ്മൾ അനുമാനിക്കുന്നു. ഒരു സ്പൈറൽ ഗാലക്സിയാണ്. ഇത്തരത്തിലുള്ള സ്പൈറൽ ഗാലക്സികൾ ഒരു 7-8 ബില്യൺ ഇയേഴ്സിന് ശേഷം ആണ് രൂപീകൃതമായത് എന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കാട്ടിത്തരുന്നത് നമ്മുടെ ക്ഷീരപഥത്തിന് സിമിലർ ആയിട്ടുള്ള, അതുപോലെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിന്റെ ആദ്യ ദശകങ്ങളിൽ തന്നെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. വലിയ പ്രകാശമുള്ള നക്ഷത്രക്കൂട്ടങ്ങൾ, കോംപ്ലക്സ് ആയിട്ടുള്ള കെമിസ്ട്രി ഉള്ള ഗാലക്സികൾ, എന്തിന് കാർബൺ പോലും നമുക്ക് ഈ ആദ്യ ദശകങ്ങളിൽ കാണാൻ സാധിക്കും. കാർബൺ എന്ന് പറയുമ്പോൾ ജീവന്റെ ഉൽപ്പത്തിക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ, ഘടകങ്ങൾ ആദ്യ ദശകങ്ങളിൽ തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല, കോസ്മിക് വെബ് എന്നൊരു പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ ഇവിടെയും സംസാരിച്ചിട്ടുണ്ട്. പൊതുവില് വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിന്റെ ന്യൂറോൺ നെറ്റ്വർക്കിന് സമാനമായിട്ടുള്ള ഒരു നെറ്റ്വർക്കായിട്ടാണ് ഈ പ്രപഞ്ചവും നിലനിൽക്കുന്നത് എന്ന കണ്ടെത്തൽ. ആ നെറ്റ്വർക്കിൽ അതിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഡാർക്ക് മാറ്റർ ആണ് എന്ന വസ്തുത, ഇതെല്ലാം വലിയ ചർച്ചയാകുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഒരു കോസ്മിക് വെബ്, അത് ഈ പ്രപഞ്ചം അതിന്റെ ആരംഭ ദിശകളിലെ ലളിതമായിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ നിന്ന് പരിണമിച്ച് പക്വതയാകുമ്പോഴാണ് ഇത്തരം കോസ്മിക് വെബ് നിലവിലുണ്ടാകാൻ സാധ്യതയുള്ളത് ആയിട്ടാണ് നമ്മൾ അനുമാനിച്ചിരുന്നത്. എന്നാൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കാട്ടിത്തരുന്നത് ആദ്യ ദശകങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കോസ്മിക് വെബിന്റെ സ്ട്രക്ചറും കാണാൻ സാധിക്കും. പ്രപഞ്ചം ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണോ, അത് വികസിക്കുന്ന ഒന്നാണോ, അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണോ എന്നുള്ളതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഏജ് തന്നെ, അതിന്റെ ഒരു പ്രായം തന്നെ നമ്മൾ ഇന്ന് കണക്കാക്കുന്നത് പോലെ 13.8 ബില്യൺ ഇയേഴ്സ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. ജെയിംസ് വെബിന്റെ പഠനങ്ങളുടെ ഒരു ആരംഭമേ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളൂ. അനേക നൂറുകണക്കിന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ട്രാക്ക് മെക്കാനിസത്തിലൂടെ ഒരു ദിവസേന 3-4
പ്രബന്ധങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിലും ഈ കണ്ടുപിടുത്തങ്ങളെയൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് ഒരു പ്രപഞ്ചശാസ്ത്രത്തിൽ എന്താണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ട ഒരു സമയമായിട്ടില്ല. പക്ഷേ ഡേറ്റകൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡേറ്റാ പ്രവാഹത്തിൽ നിന്ന് നമ്മുടെ പ്രപഞ്ചശാസ്ത്രത്തെ മാറ്റിമറിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വരും എന്ന് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ കഴിയും. അത്തരം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പുതിയ അറിവ് പ്രപഞ്ചശാസ്ത്രത്തെ മാറ്റിമറിക്കുന്നതോ അല്ലെങ്കിൽ ഇന്നത്തെ സ്റ്റാൻഡേർഡ് മോഡലിനെ റിഫൈൻ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രഖ്യാതങ്ങൾ നമുക്ക് വലിയ പ്രയോജനമില്ലാത്ത പ്രപഞ്ചശാസ്ത്രം മാത്രമല്ല, വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവുകൾ പോലും നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് കരുതണം. കാരണം പ്രപഞ്ചത്തിലെ ഓരോ ചലനവും വിലപ്പെട്ടതാണ്. അത് നമ്മുടെ നിത്യജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കുന്നു. ഉരുൾപൊട്ടലായാലും ആഗോളതാപനമായാലും നമ്മുടെ സമുദ്രങ്ങളുടെ ചൂട് വർദ്ധിക്കുന്നതായാലും ബയോഡിവേഴ്സിറ്റി എങ്ങനെ അത് ബാധിക്കുന്നതായാലും ഇതിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ പല ഘടകങ്ങളും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു. ഇന്നത്തെ പല പ്രശ്നങ്ങളും ആഗോളതാപനം, പൊല്യൂഷൻ തുടങ്ങിയ പല കാര്യങ്ങളും ആന്ത്രോപോജനിക്കാണ്. വലിയ രീതിയിൽ മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇതിന്റെ ടിപ്പിംഗ് പോയിന്റ്സ് ഇതങ്ങനെ വലിയൊരു വിപത്തായിട്ട് മാറും എന്നുള്ളതിൽ വലിയ രീതിയിൽ പല ഘടകങ്ങളും അതിനെ ബാധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കാര്യക്ഷമമായിട്ടുള്ള ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കാൻ സാധിക്കും. ഈ വിപത്തുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ ആഘാതം കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവും. ആഗോളതാപനം പോലുള്ള മഹത്തായിട്ടുള്ള വിപത്തുകളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ച് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ്, സ്പേസ് ടെലിസ്കോപ്പിൽ നിന്ന് വരുന്ന ഈ പഠനങ്ങളെയും അതിലൂടെ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് കാതോർത്തിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള പല സൂചനകളും തരും എന്നുള്ളതിൽ സംശയമില്ല.